നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മ്യൂച്വൽ ഫണ്ടും ഷെയറുകളും 10% ഇടിഞ്ഞതായി കണ്ടാൽ നീ എന്തു ചെയ്യും? പേടിച്ചെല്ലാം വിട്ടുകളയുമോ? അതോ പരിചയസമ്പന്നരായ നിക്ഷേപകർ ചെയ്യുന്നതുപോലെ ഈ ഇടിവിനെ ഒരു അവസരമാക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പോലുള്ള പ്രതിസന്ധികളിൽ നിന്റെ പണം എങ്ങനെ സുരക്ഷിതമാക്കാം, അതുപോലെ അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നതിനുള്ള 8 പ്രായോഗിക വഴികൾ ഞാൻ പറഞ്ഞുതരാം. വെൽത്തിഫൈയിൽ നിന്ന് ഇന്ന് ഇതാ നിങ്ങൾക്കായി. ആദ്യം മനസ്സിലാക്കേണ്ടത് യുദ്ധം വരുമ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ട് ഇടിയുന്നു എന്നാണ്. ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. യുദ്ധം വന്നാൽ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടും, എണ്ണവില കുതിക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ഇറക്കുമതി ചെലവ് കൂടും, പണപ്പെരുപ്പം ഉയരും, രൂപയുടെ മൂല്യം കുറയും. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കും, അപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഇടിയും. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ നിയമം, പേടിച്ച് ഷെയറുകൾ വിൽക്കരുത്. ഡോണ്ട് പാനിക് സെൽ. 1999 കാർഗിൽ യുദ്ധം, 2008 ആഗോള മാന്ദ്യം, 2020 കോവിഡ് ക്രാഷ്, 2022 റഷ്യ-ഉക്രൈൻ യുദ്ധം. എല്ലാ പ്രതിസന്ധികളിലും മാർക്കറ്റ് വീണു, പക്ഷെ പിന്നീട് ശക്തമായി തിരിച്ചു വന്നു. ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും എവിടെ നിൽക്കുന്നുവെന്ന് നോക്കൂ. നല്ല അടിസ്ഥാനമുള്ള കമ്പനികൾ എന്നും വളരും. പേടിച്ചോടിയാൽ ആ വളർച്ച നിനക്ക് നഷ്ടമാവും. രണ്ടാമത്, ആസറ്റ് അലോക്കേഷൻ പുനഃക്രമീകരിക്കുക. യുദ്ധഭീതി വരുമ്പോൾ ഇക്വിറ്റി കൂടുതലുള്ള പോർട്ട്ഫോളിയോ ഒന്ന് വിലയിരുത്തണം. 60-40 അല്ലെങ്കിൽ 70-30 എന്ന അനുപാതത്തിൽ ഇക്വിറ്റിയും ഡെറ്റും നിലനിർത്തുക. മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞാൽ ഡെറ്റിൽ നിന്ന് കുറച്ച് ഇക്വിറ്റിയിലേക്ക് മാറ്റുക. ഇതാണ് റീബാലൻസിംഗ്. ഉദാഹരണത്തിന് 70% ഇക്വിറ്റി എന്ന ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഷിൽ അത് 60% ആയിരിക്കും. അപ്പോൾ 10% അധികം ഇക്വിറ്റി വാങ്ങുക. ഇത് അച്ചടക്കത്തോടെയുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും. മൂന്നാമതായി, സ്വർണം. ഗോൾഡ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ക്രൈസിസ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 10 മുതൽ 15% വരെ സ്വർണം വേണം. ഫിസിക്കൽ ഗോൾഡിനേക്കാൾ നല്ലത് സോവറിൻ ഗോൾഡ് ബോണ്ട് അഥവാ SGB അല്ലെങ്കിൽ ഗോൾഡ് ETF ആണ്. യുദ്ധം വരുമ്പോൾ ഇക്വിറ്റി താഴുമ്പോൾ സാധാരണ സ്വർണ്ണവില കുതിക്കും. 2022 റഷ്യ-ഉക്രൈൻ സമയത്ത് സ്വർണം 10 മുതൽ 15% വരെ ഉയർന്നത് നോക്കൂ. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ കുഷ്യനായി പ്രവർത്തിക്കും. നാലാമത്, എമർജൻസി ഫണ്ട്. ഇതില്ലില്ലാതെ ഒരു നിക്ഷേപകനും അപകടത്തിലാണ്. യുദ്ധം വന്നാൽ പണപ്പെരുപ്പം കൂടും, വായ്പാ തവണകൾ കൂടിയേക്കാം, തൊഴിൽ നഷ്ടം വരെ സംഭവിക്കാം. അതിനാൽ കുറഞ്ഞത് 6 മുതൽ 12 മാസം വരെയുള്ള അവശ്യ ചെലവുകൾക്കുള്ള പണം ഒരു ലിക്വിഡ് ഫണ്ടിലോ ഉയർന്ന പലിശയുള്ള സേവിങ്സ് അക്കൗണ്ടിലോ FDയിലോ സൂക്ഷിക്കുക. ഇതുണ്ടെങ്കിൽ മാർക്കറ്റ് ക്രാഷിൽ പോലും ഷെയർ വിൽക്കേണ്ടി വരുമോ എന്ന ഭയമുണ്ടാകില്ല. അഞ്ചാമത്, SIP നിർത്തരുത്. യുദ്ധസമയത്ത് മാർക്കറ്റ് താഴെയായിരിക്കും. SIP നിർത്തുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന തത്വം ഓർക്കുക. NAV കുറവായിരിക്കുമ്പോൾ അതേ തുകയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിട്ടേൺസ് കുത്തനെ ഉയരും. ലംസം നിക്ഷേപം ഇപ്പോൾ വേണ്ട, പക്ഷേ SIP എന്ന വണ്ടി ഓടിക്കൊണ്ടേയിരിക്കണം. ആറാമത്, ഡിഫൻസീവ് സെക്ടറുകളിലേക്ക് ശ്രദ്ധിക്കുക. എല്ലാ സെക്ടറുകളും ഒരുപോലെ ക്രാഷ് ആവില്ല. ഫാർം, FMCG, ഹെൽത്ത് കെയർ, യൂട്ടിലിറ്റീസ് പോലുള്ള മേഖലകളിൽ ആഘാതം കുറവായിരിക്കും. ആളുകൾ മരുന്നും സോപ്പും ഭക്ഷണവും വാങ്ങുന്നത് നിർത്തില്ല. അതുപോലെ IT മേഖല ഇന്ത്യയിൽ ആഗോള എക്സ്പോഷർ ഉള്ളതിനാൽ രൂപയുടെ മൂല്യത്തകർച്ചയിൽ നേട്ടമുണ്ടാകും. പക്ഷേ ഉയർന്ന കടബാധ്യതയുള്ള കമ്പനികളും റിയൽ എസ്റ്റേറ്റും ആഡംബര ഉൽപ്പന്നങ്ങളും റിസ്ക് കൂടിയതാണ്. അതിനാൽ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക. ഏഴാമതായി, ഡെറ്റ് പോർട്ട്ഫോളിയോയിൽ ഗുണനിലവാരം ഉറപ്പാക്കുക. ചാഞ്ചാട്ടം വരുമ്പോൾ ഡെറ്റ് ഭാഗം സുരക്ഷിതമായിരിക്കണം. താഴ്ന്ന റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളും ഉയർന്ന റിസ്ക് FDകളും ഒഴിവാക്കുക. പകരം AAA റേറ്റഡ് ബോണ്ടുകൾ, ഗിൽറ്റ് ഫണ്ടുകൾ, ബാങ്ക് FD, ലിക്വിഡ് ഫണ്ടുകൾ എന്നിവയിൽ നിൽക്കുക. റിസ്ക് എടുത്ത് അധിക റിട്ടേൺ നേടാനുള്ള സമയമല്ല ഇത്. എട്ടാമതും അവസാനവുമായി, പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുക. യുദ്ധം വരുമ്പോൾ പ്രതിരോധ മേഖല, ക്രൂഡ് ഓയിൽ, ഗോൾഡ് മൈനിംഗ്, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ ഡിമാൻഡ് കൂടും. പക്ഷേ ഊഹക്കച്ചവടത്തിനല്ല, അടിസ്ഥാന ശക്തിയുള്ള കമ്പനികളിൽ മാത്രം പരിമിതമായ തുക നിക്ഷേപിക്കുക. മുഴുവൻ പണവും ഇത്തരം മേഖലകളിലിട്ട് ചൂതാട്ടം നടത്തരുത്. വാറൻ ബഫറ്റിന്റെ വാചകമോർക്കുക.
മറ്റുള്ളവർ അത്യാഗ്രഹികളായിരിക്കുമ്പോൾ ഭയപ്പെടുക. മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹിയാവുക. മാർക്കറ്റ് താഴെയായിരിക്കുമ്പോൾ മികച്ച ബ്ലൂചിപ്പ് കമ്പനികളുടെ ഷെയറുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങുക. ഇതാണ് ബുദ്ധിപൂർവമുള്ള നിക്ഷേപം. അപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷ വാർത്തകൾ കാണുമ്പോൾ ഇനി പേടിക്കേണ്ട. ഇന്ന് പറഞ്ഞ ഈ 8 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ അടുത്ത മാർക്കറ്റ് ഇടിവ് വന്നാലും ഭയപ്പെടാതെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ സേവ് ചെയ്തു വെക്കൂ. അടുത്ത തവണ മാർക്കറ്റ് ഇടിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തരത്തിലുള്ള സാമ്പത്തിക അറിവുകളും നിക്ഷേപവുമായി ബന്ധപ്പെട്ട വീഡിയോകളും എല്ലാ ആഴ്ചയും വെൽത്തിഫൈയിൽ ലഭിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.